ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾവേസും എന്ന ചൈനീസ് ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ സോങ് ഇപ്പോൾ ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മുടെ ചെന്നും ജിങ്ങും ഒക്കെ പഠിക്കുന്ന നോർമൽ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്തതും അവനിങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ഒക്കെ ജിങ് ആണെന്നും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ എന്നെ കാണിക്കുന്നത് നമ്മുടെ ജിങ് വളരെ കഷ്ടപ്പെട്ട് അവന്റെ അംബീഷൻ നടത്താനായിട്ട് നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്ത് അവന്റെ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്. കാരണം ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഒരു ഗെയിം കളിക്കുന്നതിന്റെ ഇടയിൽ അവൻ ഇൻജോർഡ് ആകുന്ന സമയത്ത് അവന്റെ അമ്മ ഇനി അവനോട് കളിക്കണ്ടെന്നും സ്പോർട്സ് പേഴ്സൺ ആവേണ്ടെന്നും പറഞ്ഞ് അവന് ഗെയിംസിൽ നിന്നൊക്കെ വിലക്കുന്നുണ്ടെങ്കിലും അവന്റെ അച്ഛന്റെ ഒരു സപ്പോർട്ടൊക്കെ കാരണമാണ് അവനിപ്പോ വീണ്ടും ആ ഒരു സോസർ ഗെയിം കണ്ടിന്യൂ ചെയ്ത് ഇപ്പൊ അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് മാറിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ പ്രസന്റില് വീണ്ടും അച്ഛനും മോനും കൂടി ഗെയിമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് എത്തുമ്പോൾ അവര് രണ്ടുപേരും കൂടി ഇതുപോലെ കളിക്കാൻ പോയിട്ടില്ല എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്ത് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ജിങ്ങിന്റെ അച്ഛനായാലും അവനായാലും ഇതുപോലെ കളിക്കാനായിട്ട് ഇപ്പൊ പോകുന്നുണ്ടെന്ന് അവന്റെ അമ്മ കണ്ടുപിടിച്ച അവിടെ ഒരു യുദ്ധം തന്നെ നടക്കുന്ന അവർക്ക് രണ്ടുപേർക്കും ഉറപ്പായിരുന്നു. അങ്ങനെ അച്ഛന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ജിങ്ങിനെ എങ്ങനെയൊക്കെയോ അമ്മേനെ പറ്റിക്കാനായിട്ട് സാധിച്ചെങ്കിലും അമ്മ നേരെ ഇപ്പോ ജിങ്ങിന്റെ അടുത്ത് വന്നിട്ട് നിന്റെ സ്കൂളിൽ സ്പോർട്സ് ഡേ ആവാറായെന്ന് ഞാൻ അറിഞ്ഞുവെന്നും പക്ഷെ ഒരു കാരണവശാലും നീ ആ സ്പോർട്സ് ഡേയിൽ ഒന്നിനും ടേക്ക് പാർട്ട് ചെയ്യരുതെന്നും പറഞ്ഞ് അവൻ അതിൽ നിന്ന് വിലക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ ജിങ് ആ ഒരു ക്ലാസ്സിലെ സ്പോർട്സ് റെപ്പ് ആയതുകൊണ്ട് മാത്രമല്ല അവൻ മറ്റൊരു സ്പോർട്സ് സ്റ്റുഡന്റിനെ വെല്ലുവിളിച്ച് തന്റെ ക്ലാസ് തന്നെ ഇതിൽ ജയിക്കുള്ളൂ എന്ന് ബെറ്റ് വെച്ചതും മാത്രമല്ല അവന്റെ ഈ ഒരു സ്പോർട്സിനോടുള്ള അടങ്ങാത്ത പാഷനും ഒക്കെ കാരണം അവനിപ്പോ അവന്റെ അമ്മയുടെ അടുത്ത് വന്ന് വീണ്ടും വീണ്ടും ഒരുപാട് തവണ തന്നെ ആ ഒരു സ്പോർട്സിൽ ടേക്ക് പാർട്ട് ചെയ്യാനായിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുമ്പോഴും നിനക്കത് നല്ലതല്ലെന്ന് പറഞ്ഞ് അമ്മ അത് വീണ്ടും വീണ്ടും റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ട് ദേഷ്യം വരുമ്പോൾ ജിങ് ലാസ്റ്റ് അമ്മയുടെ അടുത്ത് തന്റെ ക്ലാസ്സിൽ താൻ മാത്രമേ സ്പോർട്സ് റെപ്പായിട്ട് ഉള്ളൂന്നും താൻ അതിനെ മത്സരിച്ചില്ലെങ്കിൽ തന്റെ ക്ലാസ്സിന് തന്നെ അത് നാണക്കേടാന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അപ്പുറത്തെ വീട്ടിലെ ജനലിലൂടെ നോക്കി കാണുന്നുണ്ടായിരുന്നു നമ്മുടെ ചെന്ന്. ശരിക്കും അപ്പോഴാണ് ജിങ്ങിന് സ്പോർട്സ് എന്ന് വെച്ചാൽ ഇത്രയും ജീവനാണെന്ന് ചെന്ന് റിയലൈസ് ചെയ്യുന്നത്. മാത്രല്ല കഴിഞ്ഞ എപ്പിസോഡിൽ ജിങ്ങിനിപ്പോ അവരുടെ ക്ലാസ്സിൽ നിന്ന് ആരെയും 1500 മീറ്റർ റേസിന് പങ്കെടുക്കാനായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ ചെന്നിനോട് റിക്വസ്റ്റ് ചെയ്തെങ്കിലും അവൾ അത് റിജക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇങ്ങനെ ജിങ്ങും അവന്റെ അമ്മയും തമ്മിൽ സംസാരിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ ചെന്നിന് അവൻ്റെ അടുത്ത് പാവം തോന്നിയിട്ട് അവളിപ്പോ അവളുടെ അമ്മ അവളോട് പറഞ്ഞതുപോലും കേൾക്കാനായിട്ട് നിൽക്കാണ്ട് നേരെ ജിങ്ങിനെ വിളിച്ച് താൻ ആ ഒരു 1500 മീറ്റർ റേസിൽ പങ്കെടുക്കാമെന്ന് അവനോട് പറയുമ്പോൾ അത് കേൾക്കുന്ന അവന് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അവൾ ഇതിന് സമ്മതിച്ചതോടെ തന്നെ ജിങ് അവൾക്ക് പ്രത്യേകം ട്രീറ്റ് ഒക്കെ കൊടുത്ത് പിന്നീട് അവളെ ഇതിന്റെ പ്രാക്ടീസിനായിട്ട് രാത്രി ജോഗിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഈ നേരത്ത് അവനൊരു ഓറഞ്ചൊക്കെ അവളുടെ മുമ്പിൽ കെട്ടി തൂക്കിയിട്ടിട്ട് ഒരുമാതിരി എനിമൽസിനൊക്കെ ഇട്ട് ഓടിപ്പിക്കുന്ന പോലെ പാവം നമ്മുടെ ചെന്നിനെ ഇട്ട് ഓടിപ്പിക്കുന്നുണ്ട്. 1500 മീറ്റർ ഓടാൻ അത്ര എളുപ്പമുള്ള ഒരു ടാസ്ക് അല്ലായിരുന്നെങ്കിലും പാവം നമ്മുടെ ചെന്ന് അവൾക്ക് പറ്റുന്ന പോലെ കഷ്ടപ്പെട്ട് നല്ല പോലെ തന്നെ ഓടാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ അവൾ ചിലപ്പോൾ ഒരു എക്സ്ട്രാ ഫോഴ്സ് കൊടുത്തോണ്ടായിരിക്കാം പെട്ടെന്ന് അവൾ താഴേക്ക് വീഴുന്നുണ്ട്. ഈ ഒരു സമയത്ത് സോങ് വന്ന അവളുടെ അടുത്ത് നീ ഇതിനാണ് ഇത്രയും ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദ്യമായിട്ടെങ്കിലും തനിക്ക് തന്നെ ചാലഞ്ച് ചെയ്യണമെന്ന് അവള് അവരുടെ രണ്ടുപേരുടെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല താൻ ഈ ഒരു സ്പോർട്സ് ഡേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യം ഒരിക്കലും തന്റെ അമ്മ അറിയാണ്ട് നോക്കണേന്നും അവളിപ്പോ അവരുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം സ്പോർട്സിന്റെ ഡേ ആയിട്ട് നമ്മുടെ ക്ലാസ്സിലെ എല്ലാവരും തന്നെ ഇപ്പൊ കാണികളായിട്ടിരുന്ന് അടുത്തതായിട്ട് വരുന്ന നമ്മുടെ ജിങ്ങിന്റെ റണ്ണിങ് റേസ് കാണാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവരുടെ ക്ലാസ് റെപ്പ് ജിങ്ങിന് വേണ്ടി ഒച്ചത്തില് അവന്റെ പേര് വിളിച്ച് അവനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും കൂടി ഒരുമിച്ച് അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജിങ് ഒട്ടും തന്നെ പ്രയാസമില്ലാണ്ട് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടുകൂടെ ആദ്യം തന്നെ ഓടി അങ്ങനെ ആ ഒരു കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് നേടി അവൻ തന്നെ ജയിക്കുന്നുണ്ട്. അങ്ങനെ അത് കാണുന്ന അവന്റെ എല്ലാ ക്ലാസ്മേറ്റ്സിനും സന്തോഷമായിക്കൊണ്ടിരിക്കുന്ന അതേ നേരത്തേനെയാണ് 1500 മീറ്റർ റേസിനായിട്ട് നമ്മുടെ ചെന്നിനെ വിളിക്കുന്നത്. ഈ ഒരു സമയത്ത് ജിങ് അവന്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ആ ഇറിറ്റേറ്റ് ചെയ്യുന്ന മറ്റേ പയ്യൻ വന്നിട്ട് നിന്റെ ക്ലാസ്സിൽ ഈ സ്പോർട്സുകാരും ഇല്ലെന്നും ഇതിന് എന്തായാലും നീ തോക്കാനാ പോകുന്നതെന്നും ഈ ബെറ്റിന് നീ എന്തായാലും തോക്കുന്നൊക്കെ പറഞ്ഞ് അവൻ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ജിങ് അവിടെ നിന്ന് നേരെ നമ്മുടെ ചെന്നിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവൻ അവളെ ബെസ്റ്റ് വിഷസ് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ മൈക്കിൽ കൂടെ അനൗൺസർ ആയിട്ടുള്ള നമ്മുടെ സോങ്ങും അവൾക്ക് ബെസ്റ്റ് വിഷസ് നേരുന്നുണ്ട്. അങ്ങനെ ടൈമർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാവം നമ്മുടെ അത്രയും വലിയ എക്സ്പേർട്ട് ഒന്നും അല്ലാത്തതുകൊണ്ട് അവളെ വെട്ടിച്ച് ആദ്യം 2-3 പേരൊക്കെ പോകുന്നുണ്ടെങ്കിലും പിന്നീട് കുറച്ചു നേരത്തേക്ക് അവള് ലീഡ് എടുക്കുന്നുണ്ട്. പക്ഷെ അതും കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും അത് മാറി അവള് വീക്കായിട്ട് വളരെ വീക്കായിട്ട് പയ്യെ അവൾ ഏറ്റവും ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ നേരത്ത് അവൾക്ക് ഫിസിക്കലി വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുന്ന കാരണം കൊണ്ട് തന്നെ ആകെ ചെസ്റ്റ് പെയിനും ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടും ഒക്കെ അവൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതേ ടൈമിൽ എന്തോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന പോലെയുള്ള എന്തോ കുറെ ഗ്ലിംസസും അവൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു പോയിന്റിൽ
അവള് വളരെ വീക്കായിട്ട് ഏറ്റവും ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത നിമിഷം തന്നെ അവള് ജിങ്ങിനോടും സോങ്ങിനോടും പറഞ്ഞ പോലെ തനിക്ക് ആദ്യമായിട്ട് തന്നെ ചാലഞ്ച് ചെയ്യണമെന്ന് ആലോചിച്ച് അവളിപ്പോ നേരെ തന്നെ നല്ല സ്പീഡിൽ തന്നെ ഓടി ഏറ്റവും അവസാനം ആ ഒരു കോമ്പറ്റീഷനിൽ അവള് ജയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കണക്കിന് അവൾ അത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരുന്നതിന്റെ ഇടയിലും വളരെ വീക്കായി ഒന്നും നടക്കാൻ പോലും പറ്റാണ്ട് പെട്ടെന്ന് അവള് അൺകോൺഷ്യസ് ആയിട്ട് താഴേക്ക് വീഴുന്നുണ്ട്. ഇത് കാണുന്ന അനൗൺസർ ആയിട്ട് നിന്ന സോങ് ഇപ്പോൾ നേരെ ഓടി വന്ന് അവള് വേഗം തന്നെ ഇവിടെ സ്കൂളിലുണ്ടായിരുന്ന ക്ലിനിക്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഡോക്ടറെ കാണിക്കുമ്പോഴാണ് ശരിക്കും അവളുടെ ഷുഗർ ലെവൽ താഴ്ന്നു പോയതാണെന്നും അതിനുവേണ്ട ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെന്നും അവര് പറയുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ സീഷി അവിടേക്ക് വന്ന് അവൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഷുഗർ ലെവൽ കുറഞ്ഞതാണെന്ന് പറയുമ്പോൾ അവള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെന്നും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവള് വീണതെന്ന് പറയുമ്പോൾ സോങ് ഇപ്പൊ നേരെ അവൾക്ക് ഫുഡ് വാങ്ങിക്കാനായിട്ട് പോകുന്നുണ്ട്. അതേ നേരം സീഷി വന്ന് അവളുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് അവൾക്ക് പീരീഡ്സ് ആയെന്ന് അവൾ അറിയുന്നത്. ഉടനെ തന്നെ അവൾക്ക് പാഡ് വാങ്ങിക്കാനായിട്ട് ഇപ്പൊ സീഷി സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് അവൾ അവിടെ വെച്ച് സോങ്ങിനെയും കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് സോങ് അവൾ എന്താ വാങ്ങിച്ചെന്ന് അറിയാണ്ട് അതിന് ഞാൻ പേ ചെയ്യാമെന്ന് പറയുമ്പോൾ ആദ്യം സീഷി ഇത്രയും അടിച്ചെങ്കിലും പിന്നീട് അത് ബില്ല് ചെയ്യാനായിട്ട് സോങ്ങിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവർ രണ്ടുപേരും ആകെ ഓക്വേർഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഇതേ നേരം ചെന്നിനെ കാണാനായിട്ട് ഇപ്പൊ ജിങ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ക്ലാസ് റെപ്പ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ ക്ലാസ്സിന് ചാമ്പ്യൻഷിപ്പ് കിട്ടിയെന്നും ഇതിന് മെയിൻ കാരണം ഈ 1500 മീറ്റർ റേസിന് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൽ 3rd പ്രൈസ് കിട്ടിയതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അവൾക്ക് അതിൽ പ്രൈസ് കിട്ടിയെന്ന് കേൾക്കുന്ന ചെന്നിന് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ പ്രൈസ് വാങ്ങിക്കാനായിട്ട് ജിങ് ഇപ്പോൾ അവിടെ നഴ്സിനെ ഒന്നും കാണാത്തോണ്ട് അവളുടെ കയ്യിൽ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു നീഡിൽ വലിച്ചൂരി വേഗം തന്നെ ആ ഒരു പ്രൈസ് മേടിക്കാനായിട്ട് അവളെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവിടെ വെച്ച് ആ ഒരു മത്സരത്തിൽ തോറ്റുപോയിട്ടും മറ്റേ പയ്യന്റെ ക്ലാസ്സുകാര് ചെന്നിന്റെ ക്ലാസ്സിനെ ഇൻസൾട്ട് ചെയ്യാൻ പോലെ സംസാരിക്കുമ്പോൾ ആരും തന്നെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് സീഷി ഇപ്പോൾ അവിടെ വളരെ ബോൾഡായിട്ട് സംസാരിച്ച് ആ ഒരു ക്ലാസ്സിലുള്ള എല്ലാരും കൂടി ചേർന്നിപ്പോ തോറ്റ ആ ഒരു ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരെയും കണക്കിന് കളിയാക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ചെന്നിപ്പോ സോങ്ങിനെയും ജിങ്ങിനെയും കൂട്ടിയിട്ട് അവളുടെ അമ്മേനെ വെറുതെ ഒന്ന് കാണാനായിട്ട് പോകുമ്പോൾ അവളുടെ അമ്മയാകട്ടെ അവളുടെ കയ്യിലുള്ള ആ ഒരു പാട് കണ്ടിട്ട് അവൾക്ക് എന്ത് പറ്റി, എനിക്ക് ഇന്ന് ട്രിപ്പ് ഇടേണ്ടി വന്നോന്നും എന്തെങ്കിലും ഉണ്ടായോന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ തനിക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു പോയതാണെന്ന് അമ്മയുടെ അടുത്ത് പറയുന്ന സമയത്ത് അമ്മ വളരെ പാനിക് ആയിട്ട് ഇപ്പൊ നീ ഓക്കെ ആയോ, എന്തെങ്കിലും പറ്റോ, നമുക്ക് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകണോ എന്നൊക്കെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരു സമയത്ത് അവളുടെ അമ്മ വളരെ സ്ട്രേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യുന്ന കണ്ട് അന്തമിട്ട് നിൽക്കാണ് സോങ്ങും ജിങ്ങും ഒപ്പം തന്നെ നമ്മുടെ ചെന്നും. മാത്രമല്ല അവളിപ്പോ സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ വീണീന്നും കൂടി അറിയുമ്പോൾ അവളുടെ അമ്മ വളരെ ദേഷ്യപ്പെട്ട് തന്നെ നിന്നോട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നതല്ലേ ഇങ്ങനെ സ്പോർട്സിന് പോവണ്ടെന്നൊക്കെ പറഞ്ഞ് അവള് വഴക്ക് പറയുന്നുണ്ട്. മാത്രമല്ല അവള് പാർട്ടിസിപ്പേറ്റ് ചെയ്ത സ്ഥിതിക്ക് ജിങ്ങും എന്തായാലും സ്പോർട്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്നും അവളുടെ അമ്മ മനസ്സിലാക്കിയിട്ട് ഇതെന്തായാലും നിന്റെ അമ്മയുടെ അടുത്ത് ഞാൻ പറയുമെന്നും പറഞ്ഞിട്ട് അവളുടെ അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ ചെന്നിന്റെ അടുത്ത് അവളുടെ അമ്മ ഇങ്ങനെ സ്ട്രേഞ്ച് ആയിട്ട് ആക്ട് ചെയ്തത് കാണുമ്പോൾ സോങ്ങിനും ജിങ്ങിനും ഒക്കെ എന്തോ ഒരു ഡൗട്ടൊക്കെ തോന്നിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയം സോങ് അവന്റെ അമ്മയുടെ അടുത്ത് ചെന്നിന് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടോന്നും അവൾ ഓക്കെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് അവൾക്കൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടായിരുന്നോന്നും അതുകൊണ്ട് അന്ന് മുതലേ അവൾ അങ്ങനെ ടഫായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ അമ്മയെന്നും അതുകൊണ്ടാണ് ഇന്ന് അവൾ അങ്ങനെ ഓടിയെന്നറിഞ്ഞപ്പോൾ അവളുടെ അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ ആയതെന്നൊക്കെ സോങ്ങിന്റെ അമ്മ ഇപ്പോൾ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവർ വിശേഷമൊക്കെ പറഞ്ഞിരുന്ന് അവന്റെ അമ്മ ഇപ്പോൾ സോങ്ങിന്റെ കാര്യം സംസാരിക്കുമ്പോൾ നീ എന്തായാലും നന്നായിട്ട് പഠിക്കാനും നിന്റെ ആഗ്രഹം പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറഞ്ഞിട്ട് പക്ഷെ എന്ത് തന്നെ ആയാലും നീ ഒരിക്കലും ഒരു ഡോക്ടർ ആവരുതെന്നും മെഡിസിന് പോവരുതെന്നും അവന്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഓൾറെഡി നമ്മുടെ സോങ്ങിനാകട്ടെ ഒരു ഡോക്ടർ ആവണം എന്ന ആഗ്രഹം ഉള്ളതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സോങ്ങിന് ആകെ വിഷമായി പോവാണ്. ഈ നേരം വീട്ടിൽ വെച്ച് കുളി കഴിഞ്ഞ് ചെന്ന് അവളുടെ തലയൊക്കെ നോക്കുമ്പോൾ അവിടെ ഒരു മുറിവിന്റെ പാടുള്ളതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അവള് ലാപ്പ് നോക്കിയിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ വിൻഡോയിലൂടെ ജിങ് വന്നിട്ട് അവൾ ഓക്കെ അല്ലേ, ഹെൽത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്താണ് പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അമ്മയ്ക്ക് ചില നേരത്ത് ഒരു ഓവർ പ്രൊട്ടക്ഷൻ കൂടിയതാണെന്നും കാര്യമാക്കി എടുക്കണ്ടെന്നും ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ജിങ്ങിന് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് തോന്നുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകും മുമ്പ് സോങ് അവളെ കണ്ട് അവളുടെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവൾക്ക് ഒരു ടിന്നറെ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് ജിങ് ഇപ്പോൾ അവനോട് ബെറ്റ് വെച്ച ആ ഒരു പയ്യനെ കണ്ടിട്ട് ബെറ്റിൽ തോറ്റതുകൊണ്ട് അവനെ വണങ്ങാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ വാക്ക് പറഞ്ഞ വാക്കായതുകൊണ്ട് ആ ഒരു പയ്യനിപ്പോ അവന്റെ മുമ്പിൽ ബോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അതിനുശേഷം അവർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവരുടെ ടീച്ചർ ഇപ്പോൾ അടുത്തൊരു ആക്ടിവിറ്റിയെ പറ്റി അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ബുക്ക് എക്സ്ചേഞ്ച് ഗെയിം ഇവിടെ നടക്കുന്നുവെന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഈ ബുക്ക് എടുക്കാൻ പോകുന്ന മറ്റാൾക്ക് വേണ്ടിയിട്ട് എഴുതാമെന്നും തിരിച്ച് നിങ്ങൾക്ക് ആ ഒരു ബുക്ക് കിട്ടുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കണമെന്നും ടീച്ചർ പറയുമ്പോൾ അത് കേട്ട് കുട്ടികളെല്ലാരും വളരെ എക്സൈറ്റഡ് ആകുന്നുണ്ട്. പിന്നെ പിന്നീട് സീഷി ഇപ്പോൾ ചെന്നിനെയും കൂട്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിട്ട് ഇവിടെ ഒരുപാട് ബുക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അതിലിഷ്ടമുള്ളൊരു ബുക്ക് ചെന്നിന് എടുക്കാമെന്ന് പറയുമ്പോൾ എത്ര നോക്കിയിട്ടും ചെന്നിന് അതിൽ ഇഷ്ടമുള്ളവരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു പക്ഷേ നീ നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്ക് എടുക്കുന്നതായിരിക്കും നല്ലതെന്നും എന്നാലേ നിനക്ക് അതിൽ
ട്രൂ ആയിട്ടുള്ള ഒരു മെസ്സേജ് എഴുതി വെക്കാനും ഇത് വായിക്കുന്ന ആൾക്ക് നിന്റെ ക്യാരക്ടർ ജഡ്ജ് ചെയ്യാനും പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ചെന്നിനും വേറൊരു ബുക്ക് അവൾ അങ്ങനെ റാൻഡമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് അവളുടെ ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നതല്ലെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇതേ നേരം സോങ് ഏത് ബുക്കാണ് സെലക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സോങ്ങും ജിങ്ങും ഏത് ബുക്കാണ് വായിക്കുന്നതെന്ന് സീഷി ചെന്നിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും ചെന്നിനാകട്ടെ അത് അറിയില്ലായിരുന്നു. അങ്ങനെ ചെന്നപ്പോ അവളുടെ വീട്ടില് ഫുള്ള് അടിച്ചു പറക്കി ഒന്നും കിട്ടാത്തോണ്ട് അവളുടെ അമ്മയുടെ അടുത്ത് പോകുമ്പോൾ അമ്മ അവൾക്ക് ന്യൂറോ സൈക്കോളജിയുടെ ഒരു ബുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞ് അത് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നാ പിന്നെ ഇതെങ്കിൽ ഇതെന്ന് പറഞ്ഞ് ചെന്ന ഒരു ബുക്ക് എടുത്ത് എന്തൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ച് ഇരിക്കുന്ന ഒരു സീനിലൂടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഇവരുടെ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബേസിക്കലി ഇപ്പൊ ഇതൊരു ലവ് ട്രയാങ്കിളിനേക്കാളും ഒരു ലവ് സ്ക്വയറിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സ് വഴി ഞങ്ങൾ അറിയിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.